കാരണം എന്താ, എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക? പഠിക്കണം. എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിക്കണം. എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിക്കണം, പഠിപ്പിക്കണം. ആയത്തോതി തരും, ഹദീസ് പറഞ്ഞു തരും. അങ്ങനെ ആയത്തും ഹദീസും ഓതിയിട്ട പഠിപ്പിക്കല്, തൗഹീദാ പഠിപ്പിക്കുന്നത്. കേട്ടോളൂ. ഈമാനോടെ മരിപ്പിക്കണേ എന്ന് മുന്നിൽ കണ്ട ജിന്നിനോടോ മലക്കിനോടോ ഇൻസിനോടോ തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന ഈമാൻ കൂടെ മരിപ്പിക്കണേ, ശിർക്കാണ്. ആള് മുമ്പിലുണ്ട്, ആളിവിടെ ഹാജറാണ്, ആളിവിടെ ഹയ്യാണ്, എന്നാലും ശിർക്ക് തന്നെ. അതാണ് ഒരു തേട്ടം ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് വേർതിരിയുന്നത്. ആരോട് തേടുന്നു എന്നുള്ളതല്ല, ആരോട് തേടുന്നു എന്നുള്ളതല്ല തേട്ടം, മാനദണ്ഡമല്ല. ഏതു മാനദണ്ഡത്തിൽ തേടുന്നു എന്നതാ പ്രശ്നം. തേട്ടം എന്നുള്ളത് പരിഗണിക്കണ്ട. തേട്ടം അവിടെ പ്രശ്നമല്ല, മാനദണ്ഡമാണ് പ്രശ്നം. ഇവിടെയാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പിഴച്ചത്. എനിക്കിത് ആദ്യം കേട്ടപ്പോൾ അത്ര തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ ഈ ആശയം ഇവരിൽ പടർന്നിട്ടുണ്ടോ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നെ ഒരു ശത്രുവായി നിങ്ങൾ കാണരുത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ നിങ്ങൾ ശത്രുവായി കാണരുത്. എനിക്കൊരു അഖീദ അറിയാനാണ്, സത്യസന്ധമായി അറിയാനാണ്. നിങ്ങൾക്ക് ഈ അഖീദയുണ്ടോ? നിങ്ങൾക്ക് ഈ നിലപാടുണ്ടോ? അതോ അറിയാതെ അബദ്ധത്തിൽ തൊള്ളയെന്ന് ചാടിയതാണോ? ഉടൻ തന്നെ ആദ്യം ഗണ്ണിക്കാൻ നോക്കി. ഞാൻ ഒന്ന് രണ്ട് ഉദ്ധരണികൾ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഉലമാ ചർച്ച ചെയ്തിട്ട് പറയാം, ഉലമാഇനോട് ചർച്ച ചെയ്തിട്ട് പറയാം. സംഗതി ഈ രോഗം പടർന്നിട്ടുണ്ട് എന്നർത്ഥം. ഈ രോഗം പടർന്നിട്ടുണ്ട് എന്നർത്ഥം. എന്താ പറയുന്നത് കേട്ടോളൂ. കൃത്യമായി തന്നെ ആ ആശയം കൃത്യമായി കേൾക്കണം. ഇവർ ഇല്ലാത്ത ആയത്തോതി സ്ഥാപിച്ചു കൊണ്ടുവന്ന ആശയം. ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അതാണ് ഒരു തേട്ടം. ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് വേർതിരിയുന്നത്. ആരോട് തേടുന്നു എന്നുള്ളതല്ല, ഏതു മാനദണ്ഡത്തിൽ തേടുന്നു. റബ്ബിന് മാത്രം സാധിക്കുന്ന, അള്ളാന്റെ കഴിവിൽ മാത്രം പെട്ട സൃഷ്ടികൾക്ക് കഴിവില്ലാത്ത കാര്യമാണോ എങ്കിൽ അത് ഏത് സൃഷ്ടിയോട് തേടിയും ശിർക്കാ. മുന്നിൽ കണ്ട് കല്ലിനോട് തേടി ശിർക്കാണ്, മുന്നിൽ കണ്ട ഇൻസിനോട് തേടി ശിർക്കാണ്, ജാറത്തങ്ങ പോയി തേടി ശിർക്കാണ്, അതേപോലെ കബറാളിയോട് തേടി ശിർക്കാണ്, മലക്കിനോടോ ജിന്നിനോട് തേടി ശിർക്കാണ്. റബ്ബല്ലാത്ത ആരോട് തേടിയാലും ശിർക്കാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു. ആ സഹായാർത്ഥന റബ്ബിനോടേ പാടുള്ളൂ. അത് ആരിലേക്ക് പോയാലും ശിർക്ക്. എന്നാൽ അതിൽ പെടാത്ത സഹായാർത്ഥന ഉണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ പരസ്പരം പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാർത്ഥന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പിനോടാകുമ്പോൾ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല. ഇല്ല, തേട്ടം ശിർക്ക്. ഖുർആനിൽ ആയത്തുണ്ട് കേട്ടോ, തആവനു അലൽ ബിർരി വത്തഖ്വ. തആവനു അലൽ ബിർരി വത്തഖ്വ ആയത്തുണ്ട്. അഥവാ നമ്മൾ മനസ്സിലാക്കിയത് തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് പരസ്പരം മനുഷ്യരെന്ന നിലക്ക് സഹായം തേടുന്നത് അത് ശിർക്കല്ല. കാര്യം തആവനു അലൽ ബിർരി വത്തഖ്വ അവന്റെ കഴിവിൽപ്പെട്ട ചോദിച്ചാൽ ശിർക്കല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളോട്. എന്നാൽ ഇപ്പൊ വാദം മാറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്തൊരു കാര്യം കല്ലിനോട് ചോദിച്ചാലും ശിർക്കല്ല, മരത്തോട് ചോദിച്ചാലും ശിർക്കല്ല, മലക്കിനോട് ചോദിച്ചാലും ശിർക്കല്ല, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല. മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം മരത്തോടും കല്ലിനോടും ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം പറയുന്നു, ഞങ്ങൾ മുവഹിദുകളാണ് എന്ന്. ഞങ്ങളിൽ എവിടെ ശിർക്ക് എന്ന്? ശിർക്ക് തപ്പി നോക്കണോ? ഇനി നോക്കണോ? ഒന്നുകൂടി കേട്ടോളൂ. ആ ആശയം വെറുതെ കേട്ടുപോകണ്ട, വെറുതെ കേട്ടുപോകണ്ട, നന്നായി തന്നെ ശ്രദ്ധിച്ച് കേട്ടുപോയിക്കോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാർത്ഥന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പിനോടാകുമ്പോൾ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല. ഒരു തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്. അത് റബ്ബിനോടെ ആകാവൂ. അതാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. പൊന്നുമോനെ, മാലാ യഖ്ദിറു അലൈഹി മുജാഹിദ് നീ മിണ്ടണ്ട. അന്റെ മുജാഹിദും മാലാ യഖ്ദിറു അലൈഹിം ഇതാണെങ്കിൽ അള്ളാന്റെ ആ റബ്ബിനെ ഓർത്തിട്ട്, പടച്ചവനെ ഓർത്തിട്ട് ഒരിക്കലും മുജാഹിദ് എന്നോ
അതല്ലെങ്കിൽ സലഫി എന്നോ അതല്ലെങ്കിൽ തൗഹീദ് എന്നോ പറയണ്ട. ഇത് തൗഹീദല്ല, ഇത് കൊടിയ ശിർക്കാണ്. മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം കല്ലിനോട് ചോദിച്ചാലും സൂര്യനോട് ചോദിച്ചാലും മരത്തോട് ചോദിച്ചാലും ജിന്നിനോട് ചോദിച്ചാലും അതുപോലെ ആകാശത്തോട് ചോദിച്ചാലും ശിർക്കല്ല എന്ന് പറയുന്ന ഈ വാദം നിനക്ക് തൗഹീദ് അറിയാത്തത് കൊണ്ടാണ്. തൗഹീദ് നീ വിചാരിച്ചതിനും നീ ഊഹിച്ചതിനും അപ്പുറമാണ് തൗഹീദ്. നിന്റെ ഊഹത്തിലല്ല തൗഹീദ് ഉള്ളത്, അതിനപ്പുറം തൗഹീദ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അതാണ് രസം. ഇവന്റെ വിചാരം എന്താന്ന് ചോദിച്ചാൽ ഇവന്റെ കരുതൽ ഇവൻ മുങ്കറിൻ നക്കീർ നമ്മൾ കബറി കിടക്കുന്ന ആളുമാണ്. ഇതാ ഓൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഓ മുങ്കറിൻ നക്കീർ നമ്മൾ കബറി കിടക്കുന്ന ആൾ. മറുപടി അങ്ങോട്ട് പറഞ്ഞു, മൻ റബ്ബുക അല്ലാഹു റബ്ബി വമാ ദീനുക ഇസ്ലാമുദീനി. ആദ്യം അടിത്തറ കെട്ടുമോനെ നീ പോയി തൗഹീദ് എന്താണെന്ന് പഠിച്ചുവാ, ഇസ്തിആനത്ത് എന്താണെന്ന് പഠിച്ചുവാ. ഞാൻ പറയുന്നു, മനുഷ്യനോട് ചോദിച്ച ഒരു കാര്യം, ചോദിക്കുന്ന ഒരു കാര്യം, മനുഷ്യനോട് ചോദിക്കൽ അനുവദനീയമായ കാര്യം തആവനു അലൽ ബിർരി വത്തഖ്വാ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനോട് ചോദിക്കുന്ന കാര്യം നീ കല്ലിനോട് ചോദിച്ചാൽ ശിർക്കാണ്, കൊടിയ ശിർക്കാണ്. നീ ജിന്നിനോട് ചോദിച്ചാൽ കൊടിയ ശിർക്കാണ്. ആകാശത്തോട് ചോദിച്ചാൽ കൊടിയ ശിർക്കാണ്. മരത്തോട് ചോദിച്ചാൽ കൊടിയ ശിർക്കാണ്. ഗണ്ണിക്കാൻ ധൈര്യമുള്ളവനുണ്ടെങ്കിൽ വാ.